ഓക്കെ, നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒബ്ലീക്ക് പ്രൊജക്ഷൻ ഓഫ് ദ പോയിൻറ്റ് പി ഓഫ് എക്സ് വൈ ഇസഡ് ടു പൊസിഷൻ എക്സ് പി വൈ പി ആണ്. അപ്പം എക്സ് പി വൈ, അതായത് ഇത് ഒബ്ലീക്ക് പ്രൊജക്ഷനാണ് കാണിക്കുന്നത്. ഇത് പറഞ്ഞാൽ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ വിച്ച് ഇസ് പെർപെൻഡിക്കുലർ. ഓക്കെ ഓക്കെ ഒരു മിനിറ്റ്. ഓക്കെ, ഫസ്റ്റ് വൺ കാണിക്കുന്നത് ഒബ്ലീക്കാണ് ആൻഡ് സെക്കൻഡ് വൺ കാണിക്കുന്നത് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനാണ്. അതാണ് നമ്മുടെ ഒബ്ലീക്ക് പ്രൊജക്ഷൻ നമുക്ക് അറിയത്തില്ല. സോ നമ്മൾ എക്സ് ഡാഷ് വൈ ഡാഷ് എന്ന് കൊടുത്തു. ആൻഡ് നമുക്ക് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ നമുക്കറിയാം എക്സ് പി വൈ പി എന്ന് പറഞ്ഞാൽ ഇസ് ഈക്വൽ ടു എക്സ് ആൻഡ് വൈ ആണെന്ന് നമുക്ക് അറിയാം. ഇനി ഓക്കെ, ഇനി നമുക്ക് അവിടെ അത് രണ്ടും കൊണ്ട് ജോയിൻ ചെയ്തിട്ട് നമുക്കൊരു ജോയിൻ ചെയ്യാം. ഓക്കെ, അവിടുത്തെ എക്സ് ഡാഷും വൈ ഡാഷും ഈക്വൽ ആയിരിക്കത്തില്ല. ഓക്കെ, നമുക്ക് ജോയിൻ ചെയ്യാം. ആൻഡ് അവിടുത്തെ ആംഗിൾ നമുക്ക് ആൽഫ എന്ന് കൊടുക്കാം. ഓക്കെ ഓക്കെ എന്നിട്ട് ഈ എക്സും മറ്റതിൻ്റെ എക്സും കൂടെ ഫോം ചെയ്യുന്ന സ്ഥലത്ത് എന്ത് കൊടുക്കാം? തീറ്റ എന്ന് കൊടുക്കാം. ഓക്കെ, മനസ്സിലായോ? അതായത് നമ്മൾ ആദ്യം ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ വരച്ചു എക്സ് വൈ, പിന്നെ ഒബ്ലീക്ക് പ്രൊജക്ഷൻ വരച്ചു എക്സ് ഡാഷ് വൈ ഡാഷ്, എന്നിട്ട് അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ആംഗിൾ നമ്മൾ ആൽഫ എന്ന് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഈ എക്സിൻ്റെ നേരെ ഒരു ആ എക്സ് ഡാഷിൻ്റെ താഴെ വരെ, അതായത് എക്സിൻ്റെ ആ നമ്പറിൽ എക്സ് അല്ല വൈൻ്റെ ആ നമ്പറിൽ തന്നെ അല്ലേ? ഓക്കെ, സോറി, എക്സിൻ്റെ തന്നെ, ആ എക്സിൻ്റെ തന്നെ ഇതിൽ വരും. ഓക്കെ, അതായത് ഇവിടെ സെയിം ലെവലിൽ ആൻഡ് ഇവിടെയും സെയിം ലെവലിൽ വരും. ഓക്കെ, ഇത്രയാണ് വൈൻ്റേത്, ഇത്രയാണ് എക്സിൻ്റെ തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് 5 എന്ന് കൊടുത്തു. ഓക്കെ, ഇനി ആ വൈൻ്റെ ആദ്യം തൊട്ട് ആ എക്സിൻ്റെ അവിടം വരെ ഉള്ളതാണ് എന്തോന്ന് നമ്മുടെ എക്സ് വാല്യൂ അല്ലേ? എക്സ് വാല്യൂ. ഇനി നമ്മുടെ താഴെ നമുക്ക് എം എന്ന് കൊടുക്കാം, മേളിൽ എല്ലെന്ന് കൊടുത്തേക്കുവാണ്. ഓക്കെ, എന്നിട്ട് ഈ താഴെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ വൈ ആണല്ലേ? വൈ, അതും വൈ. ഓക്കെ, ഇനി അടുത്തത് ഇത് നമ്മൾ ഡിഫറൻസ് എൻ എന്ന് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൽ എം എൻ. ഓക്കെ, ഇനി ഓക്കെ, ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് എക്സ് ഡാഷ് ആണ്. ഓക്കെ, എക്സ് ഡാഷ് എന്ന് പറയുമ്പം മേളത്തെ പോയിൻ്റാണ്. ആ പോയിൻ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമ്മൾ എക്സ് ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്സിൻ്റെ വാല്യൂ പ്ലസ് എം അല്ലേ? ആണ്. എക്സ് പ്ലസ് എം ആണ് എക്സ് ഡാഷ്. വൈ ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? വൈ പ്ലസ് എൻ ആണ്. ആണോ? ഓക്കെ, ഇനി നമുക്കറിയാം എക്സിൻ്റെ വാല്യൂ നമുക്കറിയാം. ഇനി എം കണ്ടുപിടിക്കണം. എം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എടുക്കുക. അപ്പോൾ കോസ് ഫൈ ഇസ് ഈക്വൽ ടു എം ബൈ എൽ. ഓക്കെ, അപ്പം നമുക്ക് എന്ത് കിട്ടും? എം ഇസ് ഈക്വൽ ടു കോസ് ഫൈ എൽ എന്ന് തന്നെ കിട്ടും. ഓക്കെ, എൽ കോസ് ഫൈ എന്ന് തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് എൽ കോസ് ഫൈ. ഇനി വൈ ഡാഷ് ഇസ് ഈക്വൽ ടു വൈ പ്ലസ് എൻ. ആൻഡ് നമുക്കറിയാം എൻ ഇവിടെ കണ്ടുപിടിക്കാനായിട്ട് സൈൻ ഫൈ നിൽക്കണം. ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. സൈൻ ഫൈ ഇസ് ഈക്വൽ ടു എൻ ബൈ എൽ. ദാറ്റ് ഈസ് എൻ ഇസ് ഈക്വൽ ടു എൽ സൈൻ ഫൈ. വൈ ഡാഷ് ഇസ് ഈക്വൽ ടു വൈ പ്ലസ് സൈൻ ഫൈ. എൽ സൈൻ ഫൈ ആണ്. ഓക്കെ, ഇനി നമ്മൾ അങ്ങോട്ടുള്ള ഭാഗം എടുത്തു. അപ്പം നമുക്ക് ഇത്രയും കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ആ ട്രയാങ്കിളിൽ നിന്ന് നമുക്ക് എല്ല് കിട്ടണം അല്ലേ? അപ്പോഴത്തേക്ക് എന്ത് ചെയ്യണം? അതെന്ന് പറയുന്നത് പോസിറ്റീവ് ഇസഡ് ആക്സിസ് ആണ്, ഇങ്ങോട്ട് വന്നിരിക്കുന്നത് നെഗറ്റീവ് ഇസഡ് ആക്സിസ് ആണ്. ഓക്കെ, ഇസഡാണ് അത്. ഓക്കെ ഓക്കെ അപ്പം അത്രയും എന്ന് പറയുന്നത് നമ്മുടെ ഇസഡ് വാല്യൂ ആണ്. ഓക്കെ, ഇനി ടാൻ
ആൽഫ എന്ന് പറഞ്ഞാൽ റൈറ്റ് ഹാൻഡ് ആയിരിക്കും. ഓക്കെ, ടാൻ ആൽഫ എന്ന് പറയുമ്പോൾ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, ഇസഡ് ബൈ എൽ. അപ്പോൾ എന്ത് കിട്ടും? എൽ എന്ത് കിട്ടും? ഇസഡ് ബൈ ടാൻ ആൽഫ. 1 ബൈ ടാൻ ആൽഫ ഇസ് കോട്ട് ആൽഫ, അപ്പോൾ ഇസഡ് കോട്ട് ആൽഫ. ഓക്കെ, ആണ് എൽ. അപ്പോൾ എന്ത് കിട്ടും? എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് എന്താണ്? ഇസഡ് കോട്ട് ആൽഫ കോസ് ഫൈ, കോട്ട് ആൽഫ കോസ് ഫൈ. വൈ ഡാഷ് ഇസ് ഈക്വൽ ടു വൈ പ്ലസ് ഇസഡ് കോട്ട് ആൽഫ സൈൻ ഫൈ. അതായത് എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഇസഡ് കോട്ട് ആൽഫ സൈൻ കോസ് ഫൈ. മറ്റത് വൈ ഡാഷ് ഇസ് ഈക്വൽ ടു വൈ പ്ലസ് ഇസഡ് കോട്ട് ആൽഫ സൈൻ ഫൈ. അപ്പോൾ എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഇസഡ് കോട്ട് ആൽഫ കോസ് ഫൈ. മറ്റത് വൈ ഡാഷ് ഇസ് ഈക്വൽ ടു വൈ പ്ലസ് ഇസഡ് കോട്ട് ആൽഫ സൈൻ ഫൈ. ഓക്കെ, ഇനി ഇത് നമുക്ക് ഒരു മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ നടത്തുവാണെങ്കിൽ ഹോമോജീനിയസ് കോർഡിനേറ്റ്സ് എക്സ് ഡാഷ് വൈ ഡാഷ് ഇസഡ് ഡാഷ് 1 എന്ന് പറയുമ്പം എന്താണ് കിട്ടുക? നമുക്കിവിടെ എക്സ് ഡാഷ് എന്ന് പറയുമ്പം അവിടെ നമുക്ക് എക്സ് പ്ലസ് ഇസഡ് കോട്ട് ആൽഫ കോസ് ഫൈ എന്തും കാണാം അല്ലേ? അപ്പം നമുക്കിവിടെ വൈഡ് അവിടെ ഒന്നും വേണ്ട. അപ്പം 1 0 കോട്ട് ആൽഫ കോസ് ഫൈ കൊടുക്കും, 0 കൊടുക്കും. അടുത്തത് 0 1 കോട്ട് ആൽഫ സൈൻ ഫൈ കൊടുക്കും, 0 കൊടുക്കും. നമുക്ക് ഇസഡ് ഡാഷിന് ഒന്നുമില്ല. ആൻഡ് മറ്റേതിൻ്റെ അവിടെ 0 0 0 0 1 ഉണ്ട്. ഓക്കെ, സൈഡിൽ എക്സ് ബൈ ഇസഡ് 1. ഓക്കെ.